ദൈവത്തിൻ്റെ നേതൃത്വങ്ങളായ ദേവദാസന്മാർ തുടർന്ന് അവസരം എടുക്കുന്നതാണ്, ദൈവം സംസാരിക്കുന്നതാണ്. അതിന് മുൻപായിട്ട് ഏബ്രഹാം സാറ് ഒരു മിനിറ്റ് സംസാരിക്കും. അതിനുശേഷം KV പ്രിയാക്കോസ് ഒരു മിനിറ്റ് പറയും. അതിനുശേഷമായിട്ട് പ്രിയപ്പെട്ട വില്യംസ് ചില കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. നരസിംഹൻ്റെ മൂത്ത മകനാണ് വില്യംസ്. ഇതിലൂടെ കുറച്ച് സാബും സമയം എടുക്കും. അതിനുശേഷമായിട്ട് ഇവിടെ ആയിരിക്കുന്ന കൗൺസിൽ മെമ്പേഴ്സ് ആയിരിക്കുന്ന പ്രൊഫസർ KG മാത്യു, അതുപോലെ തന്നെ പ്രൊഫസർ TB ജേക്കബ്, പ്രൊഫസർ TT തോമസ് ഇവർ അവസാനമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത് 12 മണിക്ക് ശേഷമായിട്ട് ഈ ശുശ്രൂഷയുടെ അവസാനിപ്പിച്ച ശേഷം സിമത്തിലേക്ക് പോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. വേർപാടിൻ്റെ ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശ തളം കെട്ടി നിൽക്കുന്ന ഈ ദൈവിക സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് ധാരാളം ചിന്തകൾ അയവിറക്കുവാനുണ്ടെങ്കിലും സമയ പരിമിതി അതിനനുവദിക്കാത്തതുകൊണ്ട് കുടുംബ ബന്ധത്തെക്കാൾ ഉപരി പ്രിയദാനിച്ചായനും കുടുംബവുമായിട്ടുള്ള ആത്മീയ ബന്ധം 1988 മുതൽ ഈ പ്രദേശത്ത് കർത്താവിൻ്റെ മേലെയോടുള്ള ബന്ധത്തിൽ വന്ന അന്ന് മുതൽ ഞങ്ങളുടെ സുഖ ദുഃഖ വേളകളിലെല്ലാം ഓടി വന്ന പ്രിയദാനിച്ചായനെ അമ്മാമയെ ഓർത്ത് സുവിശേഷ വേലയിലുള്ള എല്ലാ ഉത്തേജനവും പ്രോത്സാഹനവും നൽകുന്ന ആ നല്ല കുടുംബത്തിൻ്റെ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവം ബലപ്പെടുത്തട്ടെ. ദൈവസന്നിധിയിൽ ഈ വീട്ടിലെ വേർപാടുള്ള ദുഃഖത്തിൽ വന്നു ചേർന്ന അതിൽ പങ്കെടുക്കുന്ന സകല പേർക്കും, പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ എൻ്റെ പ്രഭാത വർണ്ണനം. എൻ്റെ അപ്പൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ്റെ ഭാര്യയാണ് ഇന്ന് വേർപെട്ട് നിത്യതയിലേക്ക് ചേർന്നത്. ആ ദുഃഖത്തിൽ പങ്കുകൊള്ളുക. തിരുവനന്തപുരത്തൊന്നും എനിക്കും ഇവിടെ വന്ന് പങ്കെടുക്കുവാൻ ഒരു അവസരമൊരുക്കി. പള്ളിപ്പാട്ട് തോട്ടത്തിൽ പ്രീമിയർ ബന്ധേഴ്സിനോടുള്ള ബന്ധത്തിൽ ഞാൻ ആദ്യകാലങ്ങളിൽ ദൈവവചനം പഠിക്കുകയും പിന്നീട് ദൈവസഭയിലെ അംഗമായി തീരുകയും സുവിശേഷ വേലയിൽ പിന്നീട് തുടരുവാനും ഇടയായത് ഈ പള്ളിപ്പാട്ട് തോട്ടത്തിലെ കുടുംബ അംഗങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയും അവരുടെ സഹകരണവും പ്രത്യേക സ്നേഹബന്ധങ്ങളുമായിരുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് എൻ്റെ സഹോദര കുടുംബങ്ങളുടെ സഹോദരി കുടുംബങ്ങളുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രമിക്കും. പ്രിയ KC അമ്മയുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയദാനിച്ചാണ് സായിച്ചൻ കുടുംബം, സൈസോറ കുടുംബം, ഷൈനി കുടുംബം പ്രിയപ്പെട്ട ചേർന്ന് ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. 98-99 കാലഘട്ടങ്ങളിൽ ഈ സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ പ്രിയദാനിച്ചാൻ്റെ കുടുംബത്തോട് ഏറ്റവും അടുത്ത് ഞങ്ങൾ താമസിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ അടുത്ത് ബന്ധപ്പെടുവാനും ഒരുമിച്ച് സഹകരിപ്പാനും അവസരങ്ങൾ ഒത്തിരി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആരംഭകാലങ്ങളിൽ ഞങ്ങളുടെ ഒത്തിരി ഇല്ലായ്മകളിൽ ഞങ്ങളെ അറിഞ്ഞ് സഹായിച്ചിട്ടുള്ള കുടുംബമാണ് ഈ കുടുംബം. പ്രിയ KC അമ്മ സമയം കിട്ടുമ്പോഴൊക്കെ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ സംസാരിക്കാനായിട്ട് വന്നിരിക്കുമായിരുന്നു. പലപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുടെയും ഓഹരി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. അന്ന് പ്രിയ ഷൈനിയും അവധിയുടെ സമയത്ത് വരുമ്പോൾ വളരെ അടുത്ത സുഹൃത്തെന്നതുപോലെ ഞങ്ങളോടൊപ്പം ആയിരുന്നു. പ്രിയ സായിച്ചാൻ ഞങ്ങളതിൽ കണ്ടിട്ടില്ല, പക്ഷേ അന്നും ഞങ്ങളെ ഒത്തിരി തന്നെ സഹായിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. ഈ ഭവനം കഴിഞ്ഞ നാളുകളിൽ പെരുമ്പാവൂർ ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിനോടുള്ള ബന്ധത്തിലും സുവിശേഷീകരണ പ്രവർത്തന ബന്ധത്തിലുമൊക്കെ എല്ലാ നിലയിലും നൽകിയ പിന്തുണകളെ, സ്നേഹത്തെ, സഹകരണത്തെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്രിസ്തീയ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ഞങ്ങളെ കരുതിയ സ്നേഹത്തെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ അമ്മയുടെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞ സമയം മുതൽ പ്രാർത്ഥിച്ചു. 1-2 പ്രാവശ്യം കടന്നു വരാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ഞങ്ങളായിരുന്ന സഭയിലെ ഒരു അത്യാവശ്യം ഒരു ആശുപത്രി വിഷയം ഉണ്ടാകും. ശനിയാഴ്ച ഞങ്ങൾ നേരത്തിരുന്ന വെള്ളയിൽ ചർച്ചിൽ മരണമുണ്ടായി. അങ്ങനെ 1-2 തടസ്സങ്ങൾ വന്നു, അതുകൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചില്ല.
എങ്കിലും പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നും ഞങ്ങൾ വന്ന വഴിയിൽ ഇടയ്ക്ക് റോഡ് വെട്ടിപ്പൊളിച്ച് പണി നടക്കുന്നുണ്ട്. അല്പം ചുറ്റി ഇറങ്ങി വരേണ്ടി വന്നതുകൊണ്ട് അല്പം താമസിച്ചാണ് വന്നത്. പ്രധാന ശുശ്രൂഷയ്ക്കുള്ള സമയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സമയം ഒട്ടും എടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അതിനപ്പുറമായി ദൈവത്തിലേക്ക് ദിവ്യമായി പ്രത്യാശയാൽ കർത്താവ് നമ്മെ മറയ്ക്കട്ടെ. തീർച്ചയായും ഈ ലോകത്തിലെ മനുഷ്യർ രണ്ടായിട്ട് ബൈബിൾ തിരിക്കുന്നു. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറയ്ക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാ ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം ഒരുക്കുന്ന പ്രിയ ബാപ്പാസോട് നന്ദി അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് രാവിലെ ഞങ്ങളുടെ പഴയ വീട്ടിലെ അയൽവാസിയും ഞങ്ങളെ ഏറ്റവും സ്നേഹിച്ച ഞങ്ങളുടെ റെനി, അവളിപ്പോൾ UK നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. അവൾ അയച്ച ഒരു പോസ്റ്റ് ഞങ്ങൾ വായിക്കാം. On my Appachan's deathbed, Kessia Chechi came and told him about Jesus, so he could accept Jesus as his Savior. She would laugh at small things with us, but once I explained how God helped me in my financial difficulties in Tiruvalla Medical Mission, she was in tears at God's grace. My first memory of her is an image of her kneeling down with tears to pray alone in her house. When I mentioned this later, a smile spread across her face. ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് ഉപദേശങ്ങൾ തന്നതിലുപരി ഞങ്ങളുടെ മുമ്പിൽ ജീവിച്ച ഒരുപക്ഷെ ഞങ്ങളുടെ അമ്മ ഒരുപക്ഷെ ഞങ്ങളെയൊക്കെ ഇന്ന് ആളുകൾ അറിയുന്ന പോലെ അറിയുന്ന ഒരാളല്ലായിരിക്കാം. പക്ഷേ റെനി പറഞ്ഞതുപോലെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന ഒരാളാണ്. അമ്മയുടെ കണ്ണുനീര് ഞങ്ങൾ വളരെ സാധാരണമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ അനുഭവങ്ങളിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളവരാണ്. പക്ഷേ വളരെ ചെറിയ പ്രായം മുതൽ വളരെ ഞെരുക്കങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ ജീവിച്ചവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. പക്ഷേ ദൈവം അവരെ സഹായിച്ചു. പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ ഒരു മാതാവിനെ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആന്തരിക വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസ്തയോടെ നിൽക്കാനായിട്ട് അമ്മയെ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യും. പലപ്പോഴും ചില സമയത്തെങ്കിലും തമാശയായിട്ടാണെങ്കിലും അമ്മ പറയാറുള്ളൊരു കാര്യമുണ്ട്. എടാ, ഞാൻ കർത്താവിനോട് 50 വയസ്സ് വരെ ജീവിക്കാനായി ചോദിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ദൈവം 50 അല്ല, അതിൽ കൂടുതൽ സമയം ദൈവം അമ്മയ്ക്ക് കൊടുത്തു. പക്ഷെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യതയ്ക്ക് വേണ്ടി എന്നും ഒരുക്കമുള്ള ഒരു അനുഭവം ഞങ്ങളുടെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ ലോകത്തിൽ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയും ജീവിക്കുന്നതിനുപരി നിത്യതയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ അമ്മയെന്നും ആഗ്രഹിച്ചു. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അമ്മ സുവിശേഷത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു പാവം, ഒരു സാധാരണ ഉപദേശിയുടെ മകളാണ്. സുവിശേഷം കൊണ്ട് ഒന്നും നേടാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്ന. പക്ഷെ അമ്മയുടെ ഉള്ളിൽ ആ സുവിശേഷാത്മാവ് എന്തോ ഉണ്ടായിരുന്നു.
ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ പഴയ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങളുടെ കൊച്ചു പ്രായത്തിൽ ഇവിടെ അടുത്തുള്ള പ്രാർത്ഥനാലയത്തിൽ അവിടുത്തെ സാറാമ്മ ചെയ്യുന്ന ട്രാക്റ്റുകൾ കിട്ടുന്നില്ല. ഞങ്ങളുടെ അമ്മയും ഞാനും എൻ്റെ സഹോദരനും കൂടെ ആ റോഡ് സൈഡിൽ നിന്ന് അനേകർക്ക് ട്രാക്റ്റുകൾ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഭൗതികമായി എത്ര അനുഗ്രഹിക്കപ്പെട്ടു, ഏതെല്ലാം നിലയിലെത്തി എന്നതിലെല്ലാം ഉപരിയായി ഞങ്ങളുടെ ആത്മീക ശുശ്രൂഷകളിൽ അതിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് എന്നും സന്തോഷിച്ച വ്യക്തിയായിരുന്നു ഞങ്ങളുടെ അമ്മ. ഏറ്റവും ഒടുവിൽ ചില ദിവസങ്ങൾക്ക് മുൻപ് ഈ വർഷത്തെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ജനറൽ കൺവെൻഷനിൽ ദൈവവചനം സംസാരിക്കാനായിട്ട് ഒരവസരം എനിക്ക് തന്ന സമയത്ത് പ്രിയ ബാബുപാഷ എന്നെ വിളിച്ച് ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ വീട്ടിൽ വിളിച്ചു. അമ്മയാണ് ഫോൺ എടുത്തത്. അമ്മയോട് ഞാൻ പറഞ്ഞു, ബാബുദേശികനെ വിളിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഒത്തിരി സ്തോത്രം ചെയ്തു. കൊച്ചു കൊച്ചു അനുഭവങ്ങൾ മുതൽ ആത്മീയ അനുഭവങ്ങളിൽ ഞങ്ങളെ വളർത്താൻ അവർ കാണിച്ച ആ സമർപ്പണത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. മക്കൾ മറ്റെന്ത് നേടുന്നതിനേക്കാളും അവർ ആത്മീയരായിരിക്കണമെന്നത് ഞങ്ങളുടെ മാതാവിന് നിർബന്ധമായിരുന്നു. അതിനുവേണ്ടി അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ സ്തോത്രം ചെയ്തു. വില്യം ബൂത്തിനോട് ഒരിക്കലും ഒരു മീറ്റിങ്ങിൽ സംസാരിക്കാനായിട്ട് സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തിനെ ക്ഷണിച്ച സമയത്ത് അന്നത്തെ ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി കടന്നു വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, എന്നാൽ ആ മീറ്റിങ്ങിലേക്ക് വേണ്ടി ഒരു സന്ദേശം ടെലിഗ്രാമായിട്ട് അയച്ചു തരണം, ഞങ്ങൾ ആ മീറ്റിംഗ് വായിച്ചു കൊണ്ടാണ്. അദ്ദേഹം ഒരു ടെലിഗ്രാം അയച്ചു. ആ മീറ്റിങ്ങിൽ ആ ടെലിഗ്രാം അവര് വളരെ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ സന്ദേശം വായിക്കാനായിട്ട് തുറന്നു. അതിലൊറ്റ വാക്യം എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം, അതേഴ്സ്, മറ്റുള്ളവർ. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാനൊക്കും, ഞങ്ങളുടെ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. ഞങ്ങളുടെ ഡാഡിയുടെ മൂത്ത സഹോദരിയുടെ ഭവനത്തില് എനിക്ക് തോന്നുന്നു കരിങ്ങാച്ചയുടെ ജോസിയേട്ടനാണ് അമ്മയ്ക്ക് ആ പേരിട്ടത്. ജോസേട്ടൻ എപ്പോഴും പറയും, അത് ആ സഹോദരങ്ങളൊക്കെ പറയും, ഞങ്ങൾക്ക് ഒത്തിരി അമ്മായിമാരുണ്ടെങ്കിലും നല്ല അമ്മായി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് കെസി അമ്മായിയാണ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെയൊക്കെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ എല്ലാ വീടുകളിലും. എന്നാൽ അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ കല്യാണങ്ങൾക്കോ മരണങ്ങൾക്കോ ഏത് ആവശ്യത്തിനോ അന്നല്ല, അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ വന്ന് കല്യാണങ്ങൾക്ക് മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, നിങ്ങളുടെ CMന്റെ ക്യാമ്പാകട്ടെ മാസയോഗമാകട്ടെ, അടുക്കളയിൽ അധ്വാനിപ്പാൻ അനേകർക്ക് ആശ്വാസമായിട്ട് നിൽക്കാനായിട്ട് നിങ്ങളുടെ അമ്മയെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അമ്മയ്ക്ക് എപ്പോഴും 10 സാരിയോ ഉണ്ടാവും. 11ാമതൊരു സാരി ആരെങ്കിലും അമ്മയ്ക്ക് കൊടുത്താൽ അതിലൊന്ന് അമ്മ മറ്റൊരാൾക്ക് കൊടുത്തിരിക്കും. അമ്മ പറയും, എടാ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ മരിക്കുമ്പോൾ ഷെൽഫ് നിറച്ച സാരിയാണ്. എടാ മരിക്കുമ്പോൾ ഒരു സാരി ഉടുക്കാൻ പോകും, എന്തിനാടാ ഇതെല്ലാം കൂടെ വെച്ചേക്കുന്നത്?
അമ്മ 11ാമതൊരു സാരി വെക്കുകയില്ലായിരുന്നു. അത് മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അമ്മയെ ഫോണിൽ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം ഞങ്ങൾ സംസാരിക്കുന്ന അമ്മയോടാണ്. അമ്മയുടെ രോഗപരമോ വേദനയോ ഒരുപക്ഷെ അമ്മ ഇത്രയും ഭാരം അനുഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അമ്മയ്ക്ക് സാമാന്യമായ ഒരു ക്ഷീണം മാത്രമേ ഉള്ളതാണ് ഞങ്ങളൊക്കെ ധരിക്കുന്നത്. അമ്മ ഒരിക്കലും അമ്മയുടെ വേദനകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം സഭയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ കുറിച്ച് നീ അവർക്ക് കുറച്ച് പൈസ കൊടുക്കണം, നമ്മുടെ വീട്ടിൽ ഇന്ന ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട്, അവരെ സഹായിക്കണം, ഇവിടെ ഒരു ഹോൾ പണി നടക്കുകയാണ്, നീ എന്താ കൊടുക്കുന്നത്? ഒരു പാസ്റ്ററുടെ ഭാര്യയ്ക്ക് വീട് പണിയാണ്, നിനക്ക് എന്ത് ചെയ്യാൻ ഒക്കും എന്നിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു ഞങ്ങളുടെ അമ്മ, അവരെ സ്നേഹിച്ചു. ഇന്ന് പകലിൽ വളരെ സന്തോഷത്തോടെ ധൈര്യത്തോടെ അമ്മയ്ക്ക് ഒരിക്കലും മരിക്കാൻ ഭയമില്ലായിരുന്നു. 50 വയസ്സ് വരെ മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച അവങ്ങളുടെ അമ്മ എന്നും കർത്തൃസഭയിൽ ചേർക്കപ്പെടാൻ ഒരുക്കത്തോടെ ജീവിച്ച അമ്മയുടെ നല്ല മാതൃകൾ ഞങ്ങളെ എന്നും ധൈര്യപ്പെടുത്തുന്നു. സുവിശേഷ വേലയിൽ ആത്മീക ശുശ്രൂഷകളിൽ ഞങ്ങളെ ധൈര്യത്തോടെ നിർത്തുന്നു. ഞങ്ങളുടെ അമ്മ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ഈ രീതിയിലുള്ളൊരു അസുഖം അമ്മയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ ദീർഘനാളുകൾ ഇനിയും അമ്മ ജീവിച്ചിരുന്നേനെ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ അല്പമില്ലാത്ത ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നുപോയി. ഞങ്ങൾക്ക് അമ്മയോട് സംസാരിക്കാനായിട്ടോ ഇടപെടാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചില്ല. ഞങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. എന്നാൽ അമ്മയുടെ സ്ട്രഗിൾ ഞങ്ങൾക്ക് വളരെ വേദന ഉളവാക്കുന്നതാണ്. കാരണം ഈ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ മിക്ക പേർക്കും മടങ്ങി പോകേണ്ടതുണ്ട്. ഞങ്ങളുടെ സഭയിലുള്ള പ്രിയ സഹോദരങ്ങൾ, അവരെ ഓർത്ത് ഞാൻ പ്രത്യേക കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ യോനസോയുടെ കുടുംബം, പ്രിയ ജോയ് ബ്രദർ കുടുംബം, പ്രിയ അലി കുഞ്ചാറിൻ്റെ കുടുംബം, കുടുംബങ്ങളൊക്കെ മറ്റ് സഹോദരങ്ങൾ ഇവരുടെ സ്വന്തം അമ്മയെ നോക്കുന്നതിനേക്കാൾ ആത്മാർത്ഥതയോടെ ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ അധ്വാനിച്ചു. രാത്രി ഉറക്കമുളച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ എന്നെ എപ്പോഴും മരിച്ചുകൊണ്ടിരുന്നൊരു വേദന, കർത്താവെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പോവുകയാണ്, അമ്മ കിടന്നുപോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ അനിയുടെ വന്നതിന് ശേഷം, അനിയുടെ വന്ന് കാണാനുള്ള അനിയുടെ വന്നതിന് ശേഷം ഞങ്ങൾ മക്കളും കൊച്ചുമക്കളും ഡാഡിയും കൂടെ ഒരുമിച്ച് അമ്മയ്ക്ക് കിട്ടുവരുന്നത് ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞങ്ങളുടെ അമ്മയെ നീ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ മടക്കി തരണം. അല്ല എന്നുണ്ടെങ്കിൽ തിരുസന്നിധിയിൽ കഷ്ടപ്പെടുത്താതെ അമ്മയെ ചേർത്തുകൊള്ളണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അമ്മ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട്, ശനിയാഴ്ച വൈകിട്ട് ഞാൻ ജോലിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി. ഡോക്ടറോട് അന്നും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഉടനെ ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാണ് ഡോക്ടർ അന്ന് വൈകിട്ടും എന്നോട് പറഞ്ഞത്. എന്നാൽ അന്ന് രാത്രിയിൽ തന്നെ ദൈവസന്നിധിയിലേക്ക് ബുദ്ധിമുട്ടുകൾ കൂടാതെ, മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ, ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും മറ്റാരെയും ബുദ്ധിമുട്ടിക്കാത്ത ഞങ്ങളുടെ അമ്മ ഈ അവസാന സമയത്തും ആർക്കും വേദനകൾ നൽകാതെ, ബുദ്ധിമുട്ടുകൾ നൽകാതെ അക്കരെ നാട്ടിൽ പ്രവേശിക്കുവാനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു.
ആ നല്ല മാതൃകൾ ഞങ്ങളെന്നും ഓർക്കും. അത് പിന്തുടരാനായിട്ട് വിശ്വസ്തയോടെ അവസാന നിമിഷം വരെ കർത്താവിനെ സേവിക്കാനായിട്ട് ഞങ്ങൾ കുടുംബമായി ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കും. നിങ്ങൾ ഡാഡിയെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കും. എല്ലാ പൊതു രംഗങ്ങളിലും മുമ്പിൽ നിന്നത് എപ്പോഴും ഡാഡിയാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു ഡാഡിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന അമ്മയായിരുന്നു. ഡാഡിയെ കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് ബലപ്പെടുത്തേണ്ടതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകൾ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുങ്ങുന്നു. ദൈവനാമം മഹത്വപ്പെടുത്താനാണ്. ഇന്ന് പ്രകാരം ഉള്ള ഈ ഞങ്ങളുടെ ഇരുക്കത്തിൻ്റെ അവസ്ഥയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. പേരെടുത്ത് നന്ദി പറയുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. കാരണം സാജു ചിലരെയെല്ലാം ഓൾറെഡി പരാമർശിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എല്ലാത്തിനെയും പ്രത്യേക ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ നന്ദിയുള്ളവരായി ഈ സഭയിലുള്ള പ്രത്യേകിച്ച് പാസ്റ്ററോടും കുടുംബത്തോടും സഭയിലുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെ വളരെ നന്ദിയുള്ളവരായിരിക്കുന്നു. ഈ ശുശ്രൂഷകൾ പ്രകാരം നടത്തുവാൻ വളരെ അധികം ബുദ്ധിമുട്ടിയതായ അനേകരുണ്ട്. സാക്ഷ്യം ചോദിച്ചാൽ അങ്ങനെയുള്ള പേരെടുത്ത് പറഞ്ഞാൽ വളരെയധികം സമയമെടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവരോടെല്ലാം ഉള്ള വളരെ അകൈതവമായ ഈ സമയത്ത് അറിയിക്കുന്നതുപോലെ തന്നെ അമ്മയെ ശുശ്രൂഷിച്ചതായ അനേകരുണ്ട്. പല ഡോക്ടേഴ്സ്, PVSയിലുള്ളതായ ഡോക്ടേഴ്സ്, ലേക്ക് ഷോറിലുള്ളതായ ഡോക്ടേഴ്സ്, സ്റ്റാഫ് നഴ്സസുമെല്ലാം അതിനേക്കെല്ലാം ഉപരിയായി ഇവിടെ MVJM ഹോസ്പിറ്റലിലുള്ളതായ എല്ലാ ഡോക്ടേഴ്സും അതുപോലെ നഴ്സിംഗ് സ്റ്റാഫ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായ അടിയങ്ങളോട് സഹകരിക്കുകയും ആ കാര്യങ്ങളിൽ വളരെ ഉത്തമമായ ഒരു ശുശ്രൂഷ അവിടെ ലഭിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. അതിനെല്ലാം അവരോടും നന്ദിയുള്ളവരായിരിക്കും. ഞങ്ങളെ ഹോസ്പിറ്റൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് ആശ്വാസ വാക്കുകൾ, ധൈര്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞത് ഞങ്ങളെ സന്തോഷിപ്പിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി നന്ദിയെ ഈ സമയത്ത് അർപ്പിക്കുന്നു. ദൈവനാമം ഈ പ്രത്യേകമായ അവസ്ഥയിലൂടെ മഹത്വപ്പെടട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിട്ട് കടന്നുപോയി കാണിച്ച മാതൃക പ്രകാരം തുടർന്നും ജീവിക്കുവാൻ അടികളെല്ലാം അതിനായി സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരോടുമുള്ള ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പോകുന്നു. ദൈവനാമം എന്ന് വാഴ്ത്തപ്പെടുത്താനാവട്ടെ. കർത്താവിൻ്റെ ദാസി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. വളരെ ധന്യമായ ഒരു ജീവിതം ഈ ആയുസ്സിൽ കർത്താവിന് വേണ്ടി കാഴ്ചവെച്ച ശേഷം വളരെ പ്രത്യാശയോടെയാണ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ട കുടുംബവുമായി എനിക്കുണ്ടായ സ്നേഹബന്ധം കൂട്ടായ്മയുടെ സഹകരണത്തിലാണ് രൂപം കൊണ്ടത്. ഇവർ കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്നവരും കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കുന്നവരുമാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഇവരോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. എനിക്കൊരു ബോധ്യമുണ്ടായി. അതുകൊണ്ട് ഞാനിവരെ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് കാണുവാനിടയായത്. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ മകൻ ജെയിംസ് ഞങ്ങളുടെ മക്കളുടെ കൂടെ 2-3 മാസങ്ങൾ താമസിച്ചു. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ചിന്തകളെല്ലാം ശരിവെക്കുന്ന നിലയിലായിരുന്നു ജെയിംസിൻ്റെ ജീവിത രീതികളോട് ഞാൻ കാണുന്നത്. ഇന്നും എൻ്റെ സണ്ണിലോ വിളിച്ചു പറഞ്ഞു, ജെയിംസിൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നെ വളരെ ഇംപ്രസ് ചെയ്തു. അങ്ങനെ ഒരു മാതൃകയുള്ള നിലയിൽ കുഞ്ഞുങ്ങളൊക്കെ വളരുവാനിടയായതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്, അവർ പഠിപ്പിച്ച രീതികളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല ജീവിതം കർത്താവിന് വേണ്ടി ഈ തലമുറയിൽ കാഴ്ചവെച്ച് ദൈവത്തിൻ്റെ സമയമായപ്പോൾ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ജനിക്കുന്നതിനുള്ള കാര്യത്തിന് ചോയ്സ് ഇല്ല.
മരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചോയ്സ് ഇല്ല. എന്നാൽ നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവം ചോയ്സ് നമ്മുടെ ഭാഗത്ത് തന്നെ വെച്ചിരിക്കുക. 60 വർഷം മുമ്പ് യേശുവിനെ ഈ പ്രിയപ്പെട്ട കർത്താവിൻ്റെ മകൾ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവിനെ വളരെ സ്നേഹിച്ചുകൊണ്ട് ഈ നീണ്ട 60 വർഷക്കാലം ജീവിതം കഴിപ്പാനിടയായി. ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവർക്ക് പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയുണ്ട്. യേശു ക്രിസ്തുവിലുള്ള സ്നേഹവും വിശ്വാസവും കർത്താവിലുള്ള വലിയ ധൈര്യവുമുണ്ട്. അവരുടെ തലമുറകളെ സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു. എല്ലാം ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഷാരോൺ സഭയുടെ കൗൺസിലിനെ പ്രതിനിധീകരിച്ച് സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പാസ്റ്റർ പി വി ജേക്കബ് ഒരു സന്ദേശം നൽകും. KG മാത്യു ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹവും ചില വാക്കുകൾ പറയും. പിന്നീട് പാസ്റ്റർ പി വി ജേക്കബ് ഒരു സന്ദേശം നൽകുന്നതാണ്. ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ സമാധാനം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ ദൈവം പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ മക്കളെ ദൈവം അനുഗ്രഹിച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷം, പ്രത്യാശ, കർത്താവിലുള്ള അവരുടെ ധൈര്യം ഇതെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, വളരെ ധന്യമായ ഒരു ജീവിതം കർത്താവിന് വേണ്ടി കാഴ്ചവെച്ച ശേഷം കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുവാൻ ഇത്രയും ആൾക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നു. ദൈവം നിങ്ങളെ സമാധാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപകൾ നൽകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ. വാത്സല്യമാതാവിൻ്റെ വിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ ദാനിയൽച്ചാൻ, പ്രിയ സജു കുടുംബം, സജി കുടുംബം, ഷൈനി കുടുംബം, നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ദിവ്യാശ്വാസം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന പ്രത്യേക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭാംഗങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ലോകജീവിതം നശ്വരമാണ്, ഇത് താൽക്കാലികമാണ്. ഇരുന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂ പോലെയാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായി ഒന്നുമില്ല. മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായി 80. ഏതാണ്ട് ആ കണക്കിന് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. 70-ൽ കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന 71 വർഷം ഈ പ്രിയപ്പെട്ടവർക്ക് ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അവസരം നൽകി. നാം തിരുവചനം പഠിക്കുമ്പോൾ ലോകത്തിൽ ഒരു ദിവസം ജീവിച്ച ആരുമില്ല. യഹോവയായ ദൈവം ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ തോട്ടം സൂക്ഷിപ്പാനും അതിൽ വേല ചെയ്യുവാനുമായിട്ടും വരെ ആക്കി, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു. അഥവാ തിന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അവർ തിന്നു. തിന്ന നാളിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു. ബൈബിൾ നാം പഠിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുഷ്കാലം ജീവിച്ചിരുന്നത് മെഥൂശലഹാണ്. 969 സംവത്സരം. പിന്നെ അവൻ മരിച്ചതായിട്ട് കാണുന്നു. 90-ാം സങ്കീർത്തനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം 1000 സംവത്സരം പോലെ, 1000 സംവത്സരം ഒരു ദിവസം പോലെ. അങ്ങനെയെങ്കിൽ 969 കൊല്ലം ഇവിടെ ജീവിച്ച മെഥൂശലഹിന് പോലും ഒരു ദിവസം കഷ്ടിച്ച് അവിടെ താമസിച്ചു. അടുത്ത പ്രഭാതത്തിൽ തന്നെ യാത്ര പോകും. ഒരു രാത്രി കഷ്ടിച്ച് കഴിയും. അതാണ് ഒരു അതിഥിയുടെ നില. അതുപോലെയാണ് ഈ ഭൂമിയിൽ നമ്മൾ. ഇവിടെ നമ്മൾ അതിഥികളും പരദേശികളും ആണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടുത്തെ ജീവിതം ആയുഷ്കാലം ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 39 അതിനെപ്പറ്റി പല പ്രയോഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നത് അത്യുത്തമമാണെന്ന് ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു. എനിക്ക് മരിക്കുന്നത് ലാഭമാണെന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഭാഗ്യമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യകരമായ അനുഭവം, ലാഭകരമായ അനുഭവം, അങ്ങനെയുള്ളൊരു നല്ല അനുഭവത്തിലേക്കാണ് ഈ വാത്സല്യ മാതാവ് പ്രവേശിച്ചിരിക്കുന്നത്. അതിലിവിടെ വാത്സല്യ സജീവം, പ്രിയ സജീവം ഒക്കെ തങ്ങളുടെ അനുഭവം പറഞ്ഞപ്പോൾ മാതാവ് തങ്ങളെ വിട്ട് കടന്നുപോയതിൽ താൽക്കാലികമായ ദുഃഖമുണ്ടെങ്കിൽ അപ്പുറത്ത്
ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ സന്തോഷത്തോടുകൂടെ തന്നെ പ്രസ്താവിച്ചിരിക്കുകയാണ് പ്രിയതേ. 7000 ആടും 3000 ഒട്ടോ 500 കാളയും 500 പെൺകഴുതയും ഒരുപാട് ദാസിദാസന്മാരും 10 മക്കളും ഉണ്ടായിരുന്ന ഒരു മാന്യനായ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഈ പറയപ്പെട്ടതായതെല്ലാം ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. തൻ്റെ 10 മക്കളും ഒരു ദിവസം തന്നെ തന്നിൽ നിന്ന് വേർപ്പെടുവാനിടയായി. ഇതുപോലെ തൻ്റെ 10 മക്കളുടെ മൃതശരീരങ്ങൾ 10 പെട്ടികളിലാക്കി മുറ്റത്ത് വലിയ പന്തലിട്ട് സംസ്കാര ശുശ്രൂഷ നടത്തുന്നതായ അവസരത്തിൽ ലീഡ് ചെയ്യുന്ന പാസ്റ്ററോട് മറ്റൊരു പാസ്റ്റർ പറഞ്ഞു, ഇയ്യോവച്ചാനെ സംസാരിക്കാൻ അല്പം സമയം കൊടുത്തു. അപ്പോൾ ഇയ്യോവച്ചാൻ പറഞ്ഞു, സാരമില്ല, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് വേറെ തന്നെയാണ് പറയാനുള്ളത്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇഹലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. എന്നാൽ നല്ല പ്രവൃത്തി അവരെ പിന്തുടരുവാനിടയായി. ഈ വാത്സല്യ ഭവനം അനേക വർഷങ്ങളായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുമായി അഭേദ്യമായി ബന്ധം പുലർത്തി വളരെ മാന്യമായ നിലയിൽ ആത്മീയ നിലവാരം പുറത്തി മുന്നേറിയതായ ഒരു നല്ല ഇവിടെ പലരും സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ചുള്ള ഇവർ ചെയ്യുന്ന നല്ല സേവനങ്ങളെ പറ്റി ഞാനതൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പാസ്റ്റർ എബ്രഹാം ജോസഫ് അവരുകൾ ഈ പെരുമ്പാവൂർ വന്ന് പാർക്കുന്ന ആദ്യ സമയങ്ങളിൽ ഞാനിവിടെ പലപ്പോഴും വരികയും ഇവിടുത്തെ പല ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 40 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ ഈ ഭവനത്തിൽ വന്ന് ഓർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ആലുവയിലും ഒക്കെ താമസിച്ചിട്ടും ഈ ഭവനത്തിൽ വരുവാനോ ഒന്നും സഹകരിക്കാനോ സാധിച്ചിട്ടില്ല. എങ്കിലും ഇന്നിവിടെ വന്ന് നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനിടയായി. ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കും നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എല്ലാ സഭകളുടെയുമുള്ള ദുഃഖവും പ്രത്യാശയും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ എബ്രഹാം ജോസഫ്, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ മാനേജിംഗ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ ഇവിടെ വേദിയിലായിരിക്കുന്ന ബഹുമാനരായ കർത്തദാസന്മാർ, വിശേഷ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ പ്രിയ മാതാവിനോടുള്ള ബഹുമാനാർത്ഥവും ഈ ഭവനത്തോടെ ബന്ധത്തിലും പ്രിയപ്പെട്ടവരെ ദുഃഖത്തിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മുഖത്തപ്പെടുത്തുകയും സ്നേഹബന്ധനം അറിയിക്കുകയും ചെയ്യട്ടെ. ഇവിടെ ഇരുന്നപ്പോൾ പല കാര്യങ്ങൾ എന്തെയും ജീവിതത്തിൽ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ചുരുങ്ങിയ ചില സമയങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പ്രിയ ദാനിയേൽ ബ്രദറിനെ 1964 മുതൽ ഞങ്ങൾക്ക് പരിചയപ്പെടാനും ഒന്നിച്ച് സഹകരിക്കാനും കർത്താവ് അവസരങ്ങളെ ഒരുക്കി. അത് കഴിഞ്ഞ് 1977 മുതൽ ഈ കുടുംബമായിട്ട് അടുത്ത് ഇടപെടുവാൻ പലപ്പോഴും എനിക്ക് സാവകാശം ദാനം ചെയ്ത് വടക്കൻ ഭാഗത്തുള്ള പ്രവർത്തനത്തിന് വന്നതോടുകൂടി ഒരു കാര്യം പ്രത്യേകം ഞങ്ങൾക്ക് ഓർപ്പിക്കുവാൻ സന്തോഷമുണ്ട്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഈ വടക്കൻ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ മുൻപിൽ നിന്ന് പ്രവർത്തിപ്പാൻ പ്രിയ ദൈവദാസന്റെ വളരെ യൗവനത്തിൽ തന്നെ ദൈവം അദ്ദേഹത്തെ ഈ ദേശത്തെ ഒരുക്കി, അല്ലെങ്കിൽ ദൈവം വിളിച്ച് വേർതിരിച്ചു. ചുരുങ്ങിയ ചില സഭകൾ മാത്രമേ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനെ വടക്കൻ ഭാഗങ്ങളിൽ ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആലുവയിലും ഇവിടെ പെരുമ്പാവൂരും മാമലയും ഇങ്ങനെ ചുരുങ്ങിയ ചില സ്ഥലങ്ങൾ മാത്രം. എന്നാൽ ഇന്ന് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവിടുത്തെ പൊതു ശുശ്രൂഷ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് 100-ലധികം സഭകൾ, ചെറുതും വലുതുമായ സഭകൾ ഷാരോൺ ഫെലോഷിപ്പിന് ഇവിടെ ഉണ്ട്.
അതിൻ്റെ പിന്നിൽ ദൈവദാസന്മാർ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആദ്യകാലങ്ങളിൽ ആലുവായിലുള്ള പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് പ്രിയ ദാനിയേൽ സുവർണനും കുടുംബം വളരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും സാമ്പത്തിക നന്മകൾ നൽകുകയും ഞങ്ങളോടൊപ്പം കർത്തൃവേലയ്ക്ക് വേണ്ടി തനിക്ക് ഔദ്യോഗികമായ ജോലി ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ പോലും ഞങ്ങളോടൊപ്പം കർത്തൃവേലയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഇന്നറിയപ്പെടുന്ന പല സഭകളും ഒക്കെ മുഖാന്തരങ്ങൾ ദൈവമക്കളുടെ പ്രാർത്ഥനയും അതിൻ്റെ പിന്നിലുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ക്രമീകരണമാണെങ്കിൽ തന്നെയും മാനുഷിക നിലയിൽ ഇങ്ങനെയുള്ള ചില പ്രിയപ്പെട്ടവരെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ പറയുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ കുഞ്ഞുങ്ങൾ, ഒരു വാക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞെങ്കിലും എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ കുഞ്ഞുങ്ങളെ അറിയാം. ഒരു കാലത്ത് ഷാരോൺ റെസ്റ്റോറൻറ്റിന്റെ ക്രിസ്ത്യൻ യുവാഞ്ചലിക് മൂവ്മെന്റിന്റെ ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റായിട്ട് ഞാൻ ഇരുന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ യുവജന ക്യാമ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ആരോ പറഞ്ഞതുപോലെ വളരെ മാതൃകയോടെ എല്ലാ നിലയിലും ദൈവവചനം പറയുവാനും വാക്കുകൾ പറയുവാനും പ്രസംഗിക്കുവാനും മറ്റെല്ലാ കാര്യങ്ങളിലും ഈ മൂന്ന് കുഞ്ഞുങ്ങളും വളരെ ആക്റ്റീവായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ മറ്റുള്ള സഭകളുള്ളതിനേക്കാൾ ഏറ്റവും ഫസ്റ്റ് പ്രൈസ് ഈ പ്രിയ കുഞ്ഞുങ്ങൾ അന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാനത് മനസ്സിലാക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ കുഞ്ഞുങ്ങൾ കുടുംബാന്തരീക്ഷത്തിൽ എങ്ങനെ വളർന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരെ മാതൃകയോടെ വളർത്തിയതുകൊണ്ട്, അവരെ പത്യോപദേശത്തിൽ വളർത്തിയതുകൊണ്ട് ബാല്യ ജീവിതത്തിൽ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല നിലയിലേക്ക് കടന്നു വരുവാനിടയായി. അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവം ആ കുഞ്ഞുങ്ങളെ മാനിച്ചു, കർത്താവ് അനുഗ്രഹിച്ചു. പ്രിയ കർത്തദാസിയുടെ പ്രിയപ്പെട്ടവരെയും എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂരായിരുന്ന സമയത്ത് പ്രിയപ്പെടുവാനും ഒന്നിച്ച് പല വേദികളിലായിരിക്കാനൊക്കെ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വിടാം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഈ ദേശത്ത് വലിയ മാതൃകയോടുകൂടി മറ്റ് പെരുമ്പാവൂർ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റു സഭകളുടെ മുമ്പിൽ വളരെ മാതൃകയോടെ മുൻപോട്ട് വന്നതുകൊണ്ട് ഈ ഭവനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു. അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നു എന്നുള്ളതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ചുരുങ്ങിയ ചില നിമിഷങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം ഞാൻ ഓർമ്മിക്കാൻ താല്പര്യപ്പെടുന്നു. തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. പ്രഭാഷന്മാർ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ നന്നായിരിക്കും. തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യം വായിക്കുന്നെങ്കിലും അതിന് ഒരു ചെറിയ സന്ദർശ മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. എങ്കിലും ആ വാക്യം ഒന്ന് വായിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. വിശുദ്ധ വേദപുസ്തകത്തിൽ മരണപുനരുത്ഥാനത്തിന്റെ അനേക വാക്യങ്ങൾ, തിരുവചനങ്ങൾ നമ്മളെല്ലാവരും വായിക്കുന്നവരാണ്. ഞാനിവിടെ നിന്ന് ആളുകളെ വീക്ഷിക്കുമ്പോൾ ധാരാളം ദൈവമക്കളെ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, തിരുവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. മരണപുനരുത്ഥാനത്തെ കുറിച്ച് പ്രത്യാശയുള്ളവരായി ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും. ധന്യനായ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നത്, സഹോദരന്മാര്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്, മരിച്ചവരെ കുറിച്ച് നല്ല പറഞ്ഞിരിക്കുന്നു, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അല്പസമയം കഴിയുമ്പോൾ നാമെ ഭക്തിയുള്ള പുരുഷന്മാർ സ്തഫാനോസ് മരിച്ചപ്പോൾ അവരടക്കം ചെയ്യുന്നതുപോലെ സെമിത്തേരിയിലേക്ക് കടന്നു പോവുകയാണ്. എന്റെ അറിവ് ശരിയെങ്കിൽ സെമിത്തേരി എന്നുള്ളത് ഗ്രീക്ക് പദമാണ്. വിശ്രമിക്കുന്ന സ്ഥലം, ഉറങ്ങുന്ന സ്ഥലം എന്നൊക്കെ അതിന് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിശ്രമിക്കുന്ന സ്ഥലം, ഉറങ്ങുന്ന സ്ഥലം എന്നൊക്കെ. എന്നാൽ അത് എന്നേക്കുള്ള ഉറക്കമല്ല,
ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്ന് സങ്കീർത്തനക്കാരൻ 17-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരുണ്ട്. ഇന്ന് ഈ കർത്തൃസന്നിധിയിൽ ദൈവദാസ വിശ്രമിക്കുന്നു. നാം സെമിത്തേരിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നെങ്കിൽ ഈ ഡെഡ് ബോഡിയായിട്ട് നമുക്ക് അങ്ങോട്ട് കടന്നു പോകേണ്ട ആവശ്യം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന ആ നിമിഷത്തിൽ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ആദ്യമേ ഉയർക്കുന്നു. ജീവിച്ചിരിക്കുന്ന നാമും രൂപാന്തരപ്പെടുന്നു. അല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി, ഇന്ന് കാണുന്ന അവസ്ഥയിലല്ല, വേദനയുള്ള ശരീരത്തോടുകൂടിയല്ല, ദുഃഖത്തോടുകൂടിയല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർക്കും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് വിരോധമില്ലല്ലോ. മരണ വീടാണെങ്കിൽ നമ്മൾ പ്രത്യാശയുള്ളവരാ. അങ്ങനെയെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി നമുക്ക് ഈ പ്രിയ മാതാവിനെയും കാണാം എന്നുള്ള വലിയ പ്രത്യാശ ദൈവമാവുന്ന കർത്താവ് നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. നാം സാധാരണ പറയും ദേഹം ദേഹി ആത്മാവ്, അല്ലേ? ദേഹം ദേഹി ആത്മാവ്. ദേഹവും ദേഹിയും മാറ്റപ്പെടുന്നു, പക്ഷെ ആത്മാവിന് മരണമില്ല. വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ആത്മാവിന് മരണമില്ല. വിവിധ രീതികളൊക്കെ ജനം മറ്റുള്ളവർ പഠിപ്പിക്കുമെങ്കിലും വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായ നിലയിൽ കർത്താവ് തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സ്വർഗവും നരകവും ഉണ്ടെന്നൊക്കെ വെളിപ്പെടുത്തുവാൻ പറഞ്ഞ ഭാഗമൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഓർമ്മ വരും. വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ ആഡംബരത്തോട് ധൂമ്രവസ്ത്രമൊക്കെ ധരിച്ച് ആഡംബരത്തോട് ജീവിച്ചതായ ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. അവന്റെ പടിപ്പുരയ്ക്കൽ ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചതായി മനസ്സിലാക്കുന്നു. രണ്ടുപേരും മരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരും മരിച്ചു. ഈ രണ്ടുപേരുടെയും മരണാനന്തരം രണ്ടു വഴിയാണ് മനസ്സിലാക്കുന്നത്. ഈ ലോകത്തില് നന്മയോ തിന്മയോ വെയിലോ മറ്റു സാഹചര്യങ്ങളോ സാമ്പത്തികം അനുസരിച്ചൊക്കെ അവർ ജീവിച്ചെങ്കിലും മരണാനന്തരം രണ്ടു വഴിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ സുപ്രഭാതത്തിന്റെ പൊൻപുലരിയിൽ ഈ പ്രിയമാതാവ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർക്കുമെന്നുള്ള ദൈവികമായ പ്രത്യാശ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആ പ്രത്യാശയോട് ജീവിക്കുക. ആ പ്രത്യാശയില്ലാത്തവരാരെങ്കിലും ഇന്ന് പകൽ ഇവിടെ അനേക ദൈവദാസന്മാർ ദൈവത്തിനെ സൂക്ഷിച്ചു. അതെ, അങ്ങനെ പ്രത്യാശയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാനവീയാതയുടെ രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷം മുമ്പ് ക്രൂശിൽ യാഗമായി എന്നെ നിങ്ങളെ സ്നേഹിച്ച കർത്താവിലേക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്യുക. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ കർത്താവിലേക്ക്, ആ ക്രൂശിന്റെ സ്നേഹത്തിലേക്ക് ഈ പകൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ കർത്താവിൽ നമുക്ക് പ്രത്യാശയോടെ വരുന്നവരിൽ ആയിരിപ്പനടിയാകട്ടെ. മനുഷ്യമായ നിലയിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പറഞ്ഞത് കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികള് ദൈവോധന പ്രകാരം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. കർത്താവിന് സ്തോത്രം. എറണാകുളം റീജിയനുള്ള എല്ലാ സഭകളും ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരിയപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രത്യാശ അറിയിക്കുന്നു. അതേ നിലയിൽ തന്നെ കൃപദാസന്മാർ ഓർപ്പിച്ചല്ലോ, ശരവമ്പലം ചർച്ച് സഭാ കൗൺസിലുകളുടെ മൊത്തത്തിൽ ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ മറ്റുള്ള ശരവമ്പലം ചർച്ചിന്റെ എല്ലാ സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാവരും ഈ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേർപ്പെടുന്ന പ്രത്യാശ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വരും ദിവസം നമുക്ക് പ്രത്യാശയോടെ നമുക്ക് എല്ലാവരും ജീവിച്ച് പ്രിയമാതാവിനെ കാണാവുന്ന പ്രത്യാശയോടെ വരും ദിവസമായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് എല്ലാവർക്കും അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവം സ്നേഹിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് സെമിത്തേരിയിലേക്ക് വരാൻ താല്പര്യമാണ്. 1975 സുവിശേഷ പ്രവർത്തനത്തിന് ഞാൻ പെരുമാറി വന്നപ്പോൾ ഈ ഭവനത്തിലാണ്, മറ്റു ഭവനമായിരുന്നു അവിടെയാണ് അതുമായിട്ട് വന്ന് താമസിച്ച് ഒരു പൂർണ്ണ സൗകര്യം പോലെ 40 വർഷം സ്നേഹത്തോടെ പെരുമാറിയ സൗകര്യം ഞാൻ യാത്ര തന്നിരിക്കും. ഈ താഴ്ചയുടെ ശരീരത്തിൽ ദേശകരിയുടെ ശരീരം പ്രാപിപ്പാൻ പരമാവടെ ചേർക്കാൻ നമ്മെ ചേർക്കാൻ യേശു ക്രിസ്തു വരാൻ പോകുന്ന നമ്മുടെ ഓർത്തുകൊണ്ട് കരുണ ഉയർത്തമക്കരാത്ത നന്ദിയുടെ സ്തോത്രിച്ചു. നമുക്കെല്ലാവർക്കും മുൻപാകെ എഴുന്നേറ്റ് നിൽക്കാൻ പാട്ട് പാടുന്നതാണ്. ശേഷം
നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം
പാപത്തിന്റെ ശക്തികൂലായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവേൻ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിനെടുപ്പാൻ കഴിയുന്നതുമല്ല എന്ന് ഞങ്ങളോട് വാക്ക് പറഞ്ഞ കർത്താവെ, ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ സമാധാനം ഞങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വാഴട്ടെ എന്ന് ഞങ്ങളോട് അരുളി ചെയ്ത വചനത്തിനായി ആശ്വാസം നൽകിത്തതിനായി സ്തോത്രം. കഴിഞ്ഞ 70-ലധികം വർഷം ഈ ഭൂമിയിൽ ജീവിക്കുകയും ദീർഘനാളുകൾ പ്രിയ ദാനിച്ചാൻ്റെ ഉത്തമ തുണയായി കൂടെ ഇരിക്കുകയും മക്കൾക്ക് ജന്മം നൽകി കൊടുക്കുകയും അവരെ മാതൃകയുള്ളവരായി ക്രിസ്തുവിൽ വളർത്തുകയും കർത്താവിൽ പ്രസിദ്ധരാക്കി തീർക്കുകയും ചെയ്യുവാൻ ഉത്തമ സാക്ഷ്യം വെച്ച അങ്ങയുടെ ദാസിയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ പ്രസാദം തോന്നിയതിനായി ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾക്കൊരു ദോഷവും ചെയ്യില്ല എന്ന് ഞങ്ങൾ നിന്റെ വചനത്തിൽ വായിച്ചു, ഞങ്ങളത് ആശ്വസിച്ചു. അതിനായി ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ കസേരയിൽ ഒരു ഗ്യാപ്പുണ്ട്. കർത്താവെല്ലാം നന്നായി അറിയുന്നതിനായി ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. പ്രധാനിച്ചതിനായി സ്തോത്രം. ശക്തിപ്പെടുത്തണമേ കർത്താവെ, നീ ബലപ്പെടുത്തണമേ. ഏകാന്തത അനുഭവിക്കുവാൻ നീ അനുവദിക്കരുതെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നീ നല്ല സഖിയായി, നല്ല സ്നേഹിതനായി, നല്ല കൂട്ടുകാരനായി തന്നോടുകൂടെ എപ്പോഴും ഇരിക്കണം എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സജുനായി കുടുംബത്തിനായി സ്തോത്രം, സജിക്കായ കുടുംബത്തിനായി സ്തോത്രം, ഷൈനിക്കായ കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് സഹായിക്കണം. ആ നല്ല മാതൃക പിൻപറ്റി തുടർന്ന് ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസിയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളെല്ലാം കേട്ടവർക്കെല്ലാം മാതൃകയായി പിൻപറ്റുവാൻ അത് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ ദീർഘനാളുകൾ താമസിച്ചു. കർത്താവേ, നിന്റെ സമയം വന്നപ്പോൾ ഈ ഭവനത്തിൽ നിന്നും നിത്യമായ നിന്റെ സന്നിധിക്ക് നിന്റെ മകളെ ചേർത്തിട്ടുണ്ടെങ്കിലും ഈ ഭൗതിക ശരീരം ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. അവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ കൃപയുണ്ടാകണം. സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്ന ദൈവിക സമാധാനവും നിറച്ചാട്ട് എല്ലാ മഹത്വം കർത്താവിന് യേശുവിൻ്റെ തനിമേറെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും ഇപ്പോഴും എപ്പോഴും ക്രിസ്തു യേശുവിൻ്റെ വരവിലെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Share
കസേര നിങ്ങളിങ്ങനെ കസേര പുറകോട്ട് മാറ്റിയിടുകയാണെങ്കിൽ ആൾക്കാർ പോകാൻ സൗകര്യമുണ്ട്. അന്യമായി ചുമൽ കൊടുത്തവർക്ക് ഇതിനുള്ള സമയമാണിപ്പോൾ. തീർച്ചയായും എടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. സഖിതാൻ തന്നെ സർവദായൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം കാറ്റുഗ്രമടിക്കിലും ഇരുൾ കാനത്തിലും സഞ്ചരിക്കും
എന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം ഹായൻ പ്രിയനും പുതുവാനഭൂദാനം ജീവദന്താനന്ദം ഹായൻ പ്രിയനും പുതുവാനഭൂദാനം ജീവദന്താനന്ദം പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്റെ വരവ് ഏതു സമയം
അറിയുന്നില്ല പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല എന്നു വരും നീ എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാത്രയിലെല്ലാം ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ ദാസിയുടെ ആത്മാവിനെ പർദീസയിലേക്ക് ചേർത്ത സമയം മുതൽ ഭവനത്തിൽ പ്രാർത്ഥനയും പാട്ടുകളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനവും ആശ്വാസകരമായ ആത്മീയ ശുശ്രൂഷകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ദൈവദിനം ഒരുമിച്ച് കൂടി ഭവനത്തിലെ ശുശ്രൂഷകൾ നടക്കുവാനിടയായി നാം വളരെ പ്രത്യാശയോടെ ഈ സെമിറ്ററിയിൽ വന്നിരിക്കുന്നു. ഈ കർത്താവിൻ്റെ മകളുടെ ഭൗതിക ശരീരം ദൈവവചനത്തിൽ കൂടെ നമുക്ക് ലഭിച്ച പ്രത്യാശയോടുകൂടെ സംസ്കരിക്കുവാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ ശരീരം ഒരു കൂടാരമായിരുന്നു. കൂടാരം എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമായ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൊടുത്ത വെളിപ്പാട്ടിൽ കൂടെ പറയുന്നത് കൂടാരമായ ഞങ്ങളുടെ ഭവനത്തിൽ അതൊരു താൽക്കാലിക സംവിധാനമായിരുന്നു, അതഴിഞ്ഞു പോയി. ദൈവം ദാനമായി ഒരു കെട്ടിടം നൽകാനായിട്ട് പോകുന്നു. ആ പ്രത്യാശയോടെയാണ് നാം ഈ ശരീരം ഇവിടെ സംസ്കരിക്കുന്നത്. ഈ ശരീരത്തിന് പകരം ഈ ശരീരത്തിന് തന്നെ ഒരു തേജസ്സുള്ള പുനരുത്ഥാന ശരീരം, ഒരു ഗ്ലോറിയസ് ബോഡി, ഒരു സ്വർഗീയ ശരീരം ഈ കർത്താവിൻ്റെ മകൾക്ക് സ്വർഗത്തിലെ ദൈവം നൽകുവാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് നാം അറിയുന്നത്. ആ അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നാം എല്ലാവരും ചേർന്ന് ഈ കർത്താവിൻ്റെ ദാസിയുടെ ഭൗതിക ശരീരവുമായി നാം ഇവിടെ വന്നിരിക്കുന്നത്. നാം കൃഷിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഈ വിത്ത് വിതയ്ക്കുകയാണ്. കിളിർത്തു വരുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് കിളിർത്തു വരുമെന്ന് പറഞ്ഞതുപോലെ ഈ ഭൗതിക ശരീരം ഈ മണ്ണിലേക്ക് നാം വിളിക്കുന്നു. ദൈവം അരുളി ചെയ്തതുപോലെ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചെയ്യുമാറാകട്ടെ. എന്നാൽ കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ശരീരം തേജസ്സുള്ള ശരീരമായി ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല നാം ചെയ്യുന്നത്. നമുക്കതിനപ്പുറത്ത് പ്രത്യാശയും. അനേക വർഷങ്ങൾക്ക് മുൻപ് സ്പെയിൻകാർ വിചാരിച്ചുകൊണ്ടിരുന്നത് ദൈവം ഞങ്ങളെയാണ് ലോകത്തിൽ ഏറ്റവും ഒടുവിലായി സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് യൂറോപ്പിൻ്റെ അങ്ങേ അറ്റത്ത് പടിഞ്ഞാറ് തീരത്തായിട്ട് തെക്ക് പടിഞ്ഞാറായിട്ടുള്ള ആ രാജ്യം ദൈവം ഏറ്റവും ഒടുവിൽ സൃഷ്ടിച്ച രാജ്യമാണ്. ദൈവം ഞങ്ങളെയാണ് ഏറ്റവും ഒടുവിൽ സൃഷ്ടിച്ചത്. ലാസ്റ്റ് ഈസ് ഗുഡ്, ഏറ്റവും ഒടുവിൽ സൃഷ്ടിച്ചതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയാണ് അവർ വിചാരിച്ചുകൊണ്ട്. അതുകൊണ്ട് അവരുടെ നാണയത്തിൽ അവർ ഒരു മോട്ടോ എഴുതി ചേർത്തു, ഇതിനപ്പുറത്തൊന്നുമില്ല, നേ പ്ലസ് അൾട്ര, ഇതിനപ്പുറത്തൊന്നുമില്ല, നോ മോർ ബിയോണ്ട്. ദൈവം ഞങ്ങളെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഞങ്ങളുടെ രാജ്യമാണ് ദൈവം ഒടുവിൽ സൃഷ്ടിച്ചത്. ഞങ്ങളെയാണ് ദൈവം ഒടുവിൽ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ദൈവം ഞങ്ങളെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ഇങ്ങനെ ഒരു ദീർഘകാലം വിചാരിച്ചുകൊണ്ട് കുറച്ചുകൂടെ വർഷങ്ങൾ മുമ്പോട്ട് പോയപ്പോഴാണ് കൊളംബസ് അതിസാഹസികമായി യാത്ര ചെയ്ത് അതിനപ്പുറത്ത് ആ കടലിനെ മറികടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ അവിടെ മനുഷ്യവാസമുണ്ട്, വേറെ ലോകമുണ്ട്, വേറെ രാജ്യമുണ്ടെന്ന് മനസ്സിലായി. കാഹളം ധ്വനിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ മകൾക്ക് തേജസ്സിൻ്റെ ഒരു ശരീരം.
കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിലേക്ക് ഈ പ്രിയമകളെ കൊണ്ടുവരും. കർത്താവിന് വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങൾക്കും പ്രതിഫലം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇതാണ് നമ്മുടെയും പ്രത്യാശ. ഈ പ്രത്യാശ നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ വചനത്തിൽ. ഈ യാഥാർത്ഥ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ അനുഭവത്തിലേക്ക് നിങ്ങൾ വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയുടെ ഒടുവിലത്തെ ഈ ഭാഗത്ത് സംബന്ധിക്കുന്നെങ്കിൽ, ശ്രദ്ധിക്കുന്നെങ്കിൽ അവരെ ഞങ്ങൾ നിർബന്ധിക്കുകയാണ്. യേശുവിലേക്ക് വരുവാനായി ഞങ്ങൾ നിർബന്ധിക്കുന്നു. പ്രിയദാനിയുടെ ദൈവം സമാധാനിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയും ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ മേലുണ്ട്, കുഞ്ഞുങ്ങളുടെ മേലുണ്ട്. അവരെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അവരെല്ലാവരും കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്നവരാണ്. അവരെല്ലാവരും സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരാണ്. അവർ കർത്താവിൽ അനുഗ്രഹീതരായ കുഞ്ഞുങ്ങളാണ്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കർത്താവിൻ്റെ ദാസിയെ ദൈവം വിളിച്ചു, ദൈവസന്നിധിയിൽ ചേർത്തിരിക്കുന്നു. അല്പകാലം വിശ്രമിപ്പാനായി കർത്താവിൻ്റെ പരദീസയിലാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. എപ്പോൾ കാഹളം ധ്വനിക്കുമെന്നുള്ള ആ ചിന്തയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. കാഹളനാദം ധ്വനിക്കുമ്പോൾ തേജസ്സിൻ്റെ ഒരു ശരീരം. ആ പ്രത്യാശയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന വേദഭാഗങ്ങൾ വായിച്ച ശേഷം പ്രാർത്ഥിച്ച് ഈ ഭൗതിക ശരീരം സംസ്കരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ദൈവത്തിൻ്റെ കൂടാരം, അവനവരുടെ കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടി ഇരിക്കും. അവനവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. ഒന്നാമത്തേത് നീക്കുവാനായിട്ട് യേശു ക്രിസ്തു മേഘത്തിന് വേണ്ടി വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ പ്രിയപ്പെട്ട നമ്മുടെ ക്രിസ്ത്യാമ സഹോദരി ഇപ്പോൾ വിശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ഭാരമുണ്ട്, രോഗമുണ്ട്, ദുഃഖങ്ങളുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായി തീർത്തു തരുവാൻ യേശു വീണ്ടും വരാൻ പോവുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്ത് സ്വർഗ്ഗം നിറവുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെടുക്കുമ്പോൾ പ്രിയപ്പെട്ട ക്രിസ്ത്യാമ സഹോദരി തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തേറ്റ് വരികയും അന്ന് നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ രൂപാന്തരം പ്രാപിച്ചവരായി നാം ഒരുമിച്ച് പാടുന്നതിന് പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുണ്ട് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിന് തീർക്കാൻ പോകുന്ന ആ സുദിനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രിച്ചാവുന്നു. ഇനി ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കാണാം. അല്ലെന്ന് വരികില്ലേ മക്കൾക്ക് മുമ്പോട്ട് വന്ന് മുഖം മറയ്ക്കാമെന്ന് കണ്ടു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി.
മരിക്കുകയും ജീവിച്ചു നേർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവത്തിനോട് വരെ യേശു മുഖാത്തിന് അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രതിഷ്ഠ വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം എന്തിനോടൊർക്കും ഭാഗിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനാദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന് കാലത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടിരിക്കും. ഈ വരങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ. നീയോ പോയി വിശ്രമിച്ചുകൊള്ളുക. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. കർത്താവതാൻ ഗംഭീരനാദത്തോടും പ്രധാനാദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാൽസ്വരം നിറയുകയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുന്ന സന്ദർഭത്തിൽ തേജസ്ക്ക് പിടിച്ചത്ര ഉയർത്തിൽക്കുവാൻ വേണ്ടി മണ്ണിൽ നിർത്തിക്കുന്ന നിന്നെ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ഏൽപ്പിക്കും. പക്ഷേ കെ ജി മാത്യു ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പാതവിടം ചേർന്ന് വരുവാനും അങ്ങേ സ്തുതിപ്പാനും ഞങ്ങൾക്ക് ഒരവസരം കൂടെ നൽകിയല്ലോ. ദൈവമായ കർത്താവിൻ്റെ പൊന്മുഖം ഞങ്ങളുടെ മേലവിടുന്ന് പ്രകാശിപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഭവനത്തിൽ നടന്നതായ ശുശ്രൂഷയിലും വിലാപയാത്രയിലും സെമിത്തേരിയിൽ നടന്നതായ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ മകനീയ സാന്നിധ്യം ഇരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ അവിടുത്തെ വലിയ ദാസന്മാരെ അവിടുന്ന് ശക്തീകരിച്ചതിനാൽ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ദിവ്യകൃപ പിന്നെയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഈ വാത്സല്യ പ്രിയപ്പെട്ടവൾ മുമ്പ് ഉയർത്തിരുന്നേറ്റ് വരുന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയദാനിഷാനെ, മക്കളെ, മരുമക്കളെ, കുഞ്ഞുമക്കളെ, കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, സഭാംഗങ്ങളെ എല്ലാം സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ ദൈവ സമാധാനം ഞങ്ങളുടെ എല്ലാവരുടെ മേലും പകരുമാറാകണമേ. അവിടുത്തെ വരവിൻ പ്രത്യാശയാൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടുത്തരമരുളുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാകും ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും വാഴ്വുകളും നാം എല്ലാവരോടും ഒത്തുപാർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളോടും ഭൂലോകമെന്നും ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധ ഗണങ്ങളോടൊപ്പവും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രവചനത്തോടൊപ്പവും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും കർത്താവിന്റെ വരവുവരെയും ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ മഹത്വം ചെയ്യാം.